കേസുകാര് ഒരു ചലഞ്ചുമായി ഇറങ്ങിയിട്ടുണ്ട്. കുഴിമന്തി ചലഞ്ച് എന്നാണ് ആ ചലഞ്ചിന്റെ പേര്. കേൾക്കുമ്പോ രസകരമായി തോന്നാം, പക്ഷേ ഈ ചലഞ്ചിന് പിന്നിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ അതിഗംഭീരമാണ്. ഗംഭീരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരം. കഴിഞ്ഞ ദിവസം 3:30 ഈ സംഭവത്തിന് അടിസ്ഥാനമായ, അല്ലെങ്കിൽ ഈ കുഴിമന്തി ചലഞ്ചിന് അടിസ്ഥാന കാരണമായ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. രാഷ്ട്രീയ നഗരമായ കണ്ണൂർ തീവണ്ടി ആഫീസിലാണ് ഇതൊക്കെ നടക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരത് എക്സ്പ്രസിൽ കയറാൻ വേണ്ടി നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അവിടെ എത്തുമ്പോൾ 5 KSU പിള്ളേര് കുറെ ദൂരെ നിന്ന്, ഒരു ഫർലോങ് അകലെങ്കിൽ നിന്ന് കരിങ്കൊടി കാണിച്ച് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ഗോ ബാക്ക്, മന്ത്രി രാജിവെക്കുക എന്നൊക്കെ പറഞ്ഞു. അതെല്ലാവരും ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഞാനും ദൃക്സാക്ഷിയല്ല, ദൃശ്യങ്ങളിൽ കണ്ട സാക്ഷി മാത്രമാണ്. എന്നാൽ മന്ത്രിയെ മാരക ആയുധങ്ങൾ കൊണ്ട് ആക്രമിക്കുകയും കഴുത്തിന് കുത്തിപ്പിടിക്കുകയും കൊല്ലടാ എന്ന് അലറുകയും ചെയ്തു എന്നാണ് MS അഭിലാഷ്, അവരുടെ ഗൺമാൻ നൽകിയിരിക്കുന്ന പരാതി. ഗൺമാന്റെ കയ്യിൽ തോക്ക് കാണാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. എടുത്ത് വെടിവെച്ചുകൂടി. മന്ത്രിയെ എങ്ങനെ ആക്രമിക്കുന്നത്, കഴുത്തിന് കുത്തിപ്പിടിച്ച് മാരകായുധങ്ങളുമായി വന്ന് ആക്രമിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഗൺമാൻ പഞ്ചപുച്ഛമടക്കി നിൽക്കുകയാണ് വേണ്ടത്. അങ്ങനെ അല്ലല്ലോ വേണ്ടത്. എങ്കിലും ഗൺമാൻ കൊടുത്തിരിക്കുന്ന പരാതി എന്താണ്? മന്ത്രിയെ മാരക ആയുധങ്ങൾ കൊണ്ടുവന്ന് ആക്രമിച്ചു, കൊല്ലടാ എന്ന് അലറി വിളിച്ചു. കേസുകാര് പിന്നെ എന്ത് ചലഞ്ച് വെക്കണം? കേസുകാര് പറയുന്ന ചലഞ്ച് ഇത്രയേ ഉള്ളൂ. മന്ത്രിയെ ആ KSU പ്രവർത്തകരിൽ ആരെങ്കിലും ആക്രമിക്കുന്ന ഒരു ദൃശ്യമുണ്ടെങ്കിൽ, കഴുത്തിന് കുത്തിപ്പിടിച്ച് മാരകായുധങ്ങളുമായി വരുന്ന ദൃശ്യങ്ങൾ ആരുടെയെങ്കിലും പക്കലുണ്ടെങ്കിൽ ഒന്ന് ഹാജരാക്കണം. അയാൾക്ക് ഒരു കുഴിമന്തി വാങ്ങിത്തരും, ഒരു ഫുൾ കുഴിമന്തി വാങ്ങിത്തരും. ഇതാണ് KSUക്കാരുടെ ചലഞ്ച്. തീരെ കുറഞ്ഞു പോയെന്ന് തോന്നാമല്ലേ? കുഴിമന്തി ആകുമ്പോൾ 500 രൂപയ്ക്കകത്ത് കാര്യം കഴിയുമെന്ന് തോന്നുന്നു. എന്നാൽ കുറച്ചുകൂടി വലുത്, ഏകദേശം 1 ലക്ഷത്തിലധികം രൂപയുടെ ചലഞ്ചുമായാണ് യൂത്ത് കോൺഗ്രസ് രംഗത്തുള്ളത്. യൂത്ത് കോൺഗ്രസ് പറയുന്നു, അങ്ങനെ ഒരു ദൃശ്യം ആരെങ്കിലും, ഒറിജിനൽ AI അല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ അതല്ല, അതിന് അപ്പുറപ്പെട്ട ദൃശ്യങ്ങളും ചെയ്യാൻ പറ്റും. ഒറിജിനൽ ദൃശ്യങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് 1 പവൻ സ്വർണം, തനി തങ്കം കൊടുക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസ്സുകാർ പറയുന്നത്. എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ്സുകാർ പറഞ്ഞതുപോലെ ചെയ്യില്ല എന്ന് നമുക്കറിയാം. അവിടെ എന്താണ്, ചൂരൽമലയിലൊക്കെ വീട് വെച്ച് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട് പൈസ മുക്കിയതായിട്ടൊക്കെയാണ് നമുക്ക് അറിയാവുന്നത്. അതുകൊണ്ടായിരിക്കണം ഈ വിഷു ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ നിന്നായിരിക്കണം 1 പവൻ സ്വർണമൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാർ പറഞ്ഞത്. ഏതായാലും ഇതിന്റെ അടിസ്ഥാന കാരണമായ വീണ ജോർജിനെ ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവത്തെ യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും എന്താണ്, ട്രോളുകയാണ്, ട്രോളിക്കൊല്ലുകയാണ്. പത്രമാധ്യമ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു, മാധ്യമ സുഹൃത്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു, ഫോട്ടോഗ്രാഫർമാർ ഉണ്ടായിരുന്നു. പോരാനിട്ട് എന്താണ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ CCTV സർവൈലൻസ് ഉണ്ടായിരുന്നു. ആ ഭാഗത്താണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വെച്ചാണ് വീണ ജോർജിനെ ഈ 5 KSU പ്രവർത്തകർ മാരകായുധങ്ങളുമായി ആക്രമിച്ചത്. കഴുത്തിന് കുത്തിപ്പിടിക്കുകയും കൊല്ലട എന്ന് അലറുകയും ചെയ്തത്. എന്തൊരു കൊടിയ ക്രൂരതയാണ് ഇവർ ചെയ്തു വെച്ചത്. ഇങ്ങനെ ചെയ്യാമോ? എന്നിട്ട് ആ സംഭവത്തെ ട്രോളി കൊല്ലുന്നു. നാണക്കേടാണ് KSU പ്രവർത്തകരെ നിങ്ങളുടെ കാര്യം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നിങ്ങളും ചെയ്യുന്നത് നാണക്കേടാണ്. ഒരു മന്ത്രിയോട് ഇങ്ങനെ മന്ത്രിയെ കൊല്ലുമെന്ന് അലറി വിളിക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്ത ശേഷം ഇങ്ങനെ അവരെ ട്രോളുക കൂടി ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഉറക്കെ പറയുകയാണ്.